ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പാഷൻ ഫ്രൂട്ട് കായ്ച്ച് നിൽക്കുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതെൻ്റെ ഒരു സന്തോഷമല്ലേ. അപ്പോൾ അത് നോക്കൂ, ദൂരെ കണ്ടോ പാഷൻ ഫ്രൂട്ട് നിൽക്കുന്നത് കൊലയായിട്ട്. നിങ്ങൾ ചിരിക്കുന്നുണ്ടാവുമല്ലേ. 2-3 എനിക്ക് കാണാം. കുറച്ച് കൊന്നമരത്തിൽ കയറി നിൽക്കുക, കുറച്ച് പൊക്കത്തിലാണ്. അതൊരു സന്തോഷം. പിന്നെ നമ്മൾ കുറച്ച് ചീര, പാൽച്ചീരയുടെ തയ്യും സുന്ദരിച്ചീരയുടെ തയ്യും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഞാനിതിലെ കിളച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് അതൊക്കെ ഇങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട്. ഇത് സുന്ദരിച്ചീരയാണ്. മറൂൺ കളർ തണ്ടും മജന്ത കളർ തണ്ടും പച്ച ഇലയും. പിന്നെ വേറേത് പാൽച്ചീര, വെള്ള കളർ തണ്ടും. ഇതാണ് നമ്മുടെ നീളമുള്ള നീലവഴുതനയാണ്. ഇതൊക്കെ ഞാൻ കാണിച്ചതായിരുന്നു. പിന്നെ ഇതുണ്ടല്ലോ, നേരത്തെയാണ് നമ്മൾ പീച്ചിങ്ങയുടെ വിത്ത് ഒരെണ്ണം ഉണങ്ങിക്കിടന്നത്. അത് ഞാൻ വെറുതെ പൊട്ടിച്ച് അതിനകത്തോട്ട് ഇട്ടത്. അതെല്ലാം കിളിച്ച് വരുന്നുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം പറിച്ച് തരണം. ഇതാണെങ്കിൽ ചെറിത്തക്കാളിയാണ്, കുഞ്ഞ് തക്കാളിയില്ലേ, അതാ. മുളകുണ്ട്. പിന്നെ ഇത് നീല ഉണ്ട വഴുതനയാണ്. ഇത് ഇത്രയും, അതൊക്കെ ഇത്രയും വലുതായി. ഇതാണ് നമ്മുടെ പാൽച്ചീരയുടെ തയ്യ, വെളുത്ത തണ്ടൊക്കെ ഉള്ളത്. അത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ തൈ നമ്മൾ പാകി കിളിപ്പിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി റിസ്ക്കാണ്. നമുക്ക് ഇവിടെ അങ്ങനെ കിളിക്കാറില്ലായിരിക്കും. ഇത് ഞാൻ ഇത്രയൊക്കെ ചാണകപ്പൊടിയൊക്കെ ഇട്ട് നട്ടിട്ടുണ്ട്. നമ്മുടെ കുമ്പളമൊക്കെ ഇങ്ങനെ പൂത്ത് വള്ളി വീശി നല്ല മിടുക്കിയായിട്ടൊക്കെ വരുന്നുണ്ട്. അതിന് ഞാൻ കുറച്ച് നെറ്റ് വെച്ചിട്ട് കുറച്ച് പന്തലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പന്തലല്ല, പന്തൽ പോലൊക്കെ ഉള്ളൂ. ഈ നമ്മുടെ ചുമന്ന പയർ എല്ലാം വള്ളി വീശി തുടങ്ങി. നെറ്റ് വെച്ചിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് സെറ്റാക്കി കൊടുക്കണം. അപ്പോൾ അവർ പെട്ടെന്ന് വള്ളിയെല്ലാം വീശി 2-3 ദിവസം കൊണ്ട് വള്ളിയെ കയറും. എന്തായാലും ഇതിന് തണ്ടുപുഴുവിൻ്റെ ശല്യം ഇതുവരെ വന്നില്ല. ഞാനാണെങ്കിൽ പിന്നെ വേപ്പെണ്ണയുടെ ഇതും വെളുത്തുള്ളിയും നമ്മുടെ സോപ്പ് സൊല്യൂഷനും കൂടെ വെച്ചിട്ട് സ്പ്രേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാവണം ഇതുവരെ ആരും വന്നിട്ടില്ല. പുഴുവിൻ്റെ ശല്യങ്ങളൊന്നും ഇതുവരെ ഇല്ല. പിന്നെ നമ്മുടെ ഇതെല്ലാം പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ മുട്ടൊക്കെ വന്ന് തുടങ്ങി. ഇത് നീല ഉണ്ട വഴുതനയാണ്. ഇതൊക്കെ ഉണ്ടായി വരുമ്പോൾ ഞാൻ എല്ലാം കൂട്ടുകാരെ കാണിക്കും കേട്ടോ. സപ്പോർട്ട് ചെയ്യണേ. ഇതൊക്കെയല്ലേ നമ്മുടെ ഒരു സന്തോഷം. പിന്നെ ഇതാണേൽ എൻ്റെ കയ്യിൽ നിന്ന് അന്യം നിന്ന് പോയ ഒരു ചീര. ഇത് സുന്ദരിച്ചീരയാണ്. നല്ല മജന്ത കളർ തണ്ടും ചുമന്ന ഇലയും. അതൊരെണ്ണം താഴെ വീണ് കിളിച്ച് പണ്ടെങ്ങാണ്ടോ കിളിച്ചിട്ട് ഞാൻ അതിൻ്റെ അരി എടുത്തിട്ട് ഇതിൻ്റെ അടിയിലോട്ട് പാകിയതാണ്. അതെല്ലാം കിളിച്ചു. അതിനെയെല്ലാം പറിച്ച് നടണം. പിന്നെ നമ്മുടെ വെണ്ട എല്ലാം പൂവൊക്കെ ആയി വരുന്നുണ്ട്. വെണ്ടയൊക്കെ ഇത്രയുമായി. കൊക്കിൻ്റെ ഭയങ്കര ശല്യമാണ്. ഇനി മീൻ പിടിക്കാൻ ഈ കുളത്തിൻ്റെ കരയിൽ വന്നിരിക്കും. എന്നിട്ട് ഈ ചട്ടികയിൽ കയറിയിരിക്കുമ്പോൾ അതങ്ങ് മറിയും. ഇനി കുറച്ചുകൂടെ വലുതാകുമ്പോൾ ഇതൊക്കെ എടുത്ത് താഴെ സെറ്റ് ചെയ്യണം. പിന്നെ കുറച്ച് തക്കാളിയൊക്കെ ഉണ്ട്. പിന്നെ വേറൊരിടത്ത് നിന്ന് ഒരു നെയ്ക്കുമ്പളം നമുക്ക് ഒരെണ്ണം ഉണ്ടായി വരുന്നു. ഞാൻ കവറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈച്ചയ്ക്ക് കുത്താൻ കൊടുക്കത്തില്ല. നമുക്ക് കിട്ടിയതിന് ശേഷം അവർ കഴിച്ചാൽ മതി. പിന്നെ നമുക്കൊരു നെല്ലിയുണ്ട്. അത് നല്ലതായിട്ടെല്ലാം പുതിയ ഇലകളൊക്കെ തളർത്ത് വരുന്നുണ്ട്. അതൊരു ഭംഗിയാണ് കാണാനായിട്ട്. പെട്ടെന്ന് കായ്ക്കുന്നതാണ്. ഒരു 2 വർഷത്തോളം ആയത്. നമ്മുടെ സ്വന്തം പപ്പായ, ഓമയ്ക്ക. പഴുത്തെല്ലാം കരിയിലക്കിളിയും ഇപ്പം എല്ലാം ചൂടായത്